ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിറയെ പൂക്കളുണ്ടാവാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ നമ്മുടെ ഓർക്കിഡുകൾക്ക് കൊടുക്കുന്ന ഒരു വളത്തിനെയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ നല്ല മഴയാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ജൈവവളങ്ങളൊന്നും ആരും കൊടുക്കില്ല. അപ്പോൾ പകരം നമുക്ക് രാസവളങ്ങൾ കൊടുക്കാം കേട്ടോ. മഴയത്തൊക്കെ നിൽക്കുന്ന ചെടികളാണെങ്കിൽ മഴ ഇല്ലാത്ത ടൈം നോക്കിയിട്ട് ഈ വളം നമുക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ വളങ്ങളൊക്കെ കൊടുത്താലേ മഴയൊക്കെ മാറി വരുമ്പോഴേക്കും നമ്മുടെ ഓർക്കിഡിലൊക്കെ നിറയെ പൂക്കളായി കിട്ടും. മിറാക്കിൾ 20യുടെ 13, 27, 27 എന്ന് പറഞ്ഞ വളമാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഒരു 15 ദിവസം കൂടുമ്പോൾ ഈ വളം നമുക്ക് കൊടുക്കാം. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 4 ഗ്രാമാണ് നമ്മളിത് ചേർക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മളിത് ഓർക്കിഡിൻ്റെ റൂട്ടിലും അതുപോലെ മീഡിയത്തിലും ലീഫിലും ഒക്കെ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫാലനോപ്സിസിലൊക്കെ നിറയെ മുട്ടുകൾ വരുന്നൊരു ടൈമാണല്ലോ ഇപ്പോൾ. തണുപ്പ് തുടങ്ങിയാലാണ് ചെടിയിൽ നിറയെ മുട്ടകൾ വരിക. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഈ വളങ്ങളും കൂടെ കൊടുക്കുകയാണെങ്കിൽ നല്ല വലിയ സ്പൈക്ക് ഉണ്ടായി കിട്ടും നമുക്ക്. ഇപ്പോൾ ഈ മഴ സമയത്ത് നമ്മുടെ ഓർക്കിഡിലൊക്കെ ഉണ്ടാകുന്ന പൂമുട്ടുകളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നൊരു മഞ്ഞ വണ്ടുണ്ടല്ലോ, അപ്പോൾ അതിനെ നശിപ്പിക്കാനുള്ളൊരു മരുന്നാണ് കേട്ടോ അത്. ടാറ്റാമിഡ എന്നാണ് ഇതിൻ്റെ പേര് കാണുന്നത്. ഇത് നമുക്ക് വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് 3 ml 1 ലിറ്റർ വെള്ളത്തിലാണ് കേട്ടോ ചേർത്തടിക്കേണ്ടത്. പിന്നെ നമുക്ക് ഈ ഒരു ഡബിൾ പെറ്റൽ അഡേനിയത്തിൽ നല്ല വിത്ത് കാണിച്ചെന്നില്ലേ ഞാൻ, ആ വിത്ത് ഇപ്പോൾ പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ മഴ പെയ്തിരുന്ന കാരണം ആ സീപ്പോഡിൽ നിന്നിട്ട് തന്നെ ചില വിത്തുകളൊക്കെ ഒന്ന് മുളച്ചിട്ടുണ്ട്. അത് നോക്കിയപ്പോൾ ഇപ്പോൾ ഇത്രയും വിത്തുകളാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിൽ മുളച്ച വിത്തുകളൊക്കെ പറക്കിയിട്ട് നമ്മൾ പാവിട്ടാ, കാരണം അത് അയക്കാൻ പറ്റില്ലല്ലോ. അഡേനിയത്തിൻ്റെ വിത്ത് ഇങ്ങനെ പാവുമ്പോൾ വേറെ വളങ്ങളൊന്നും ജൈവവളങ്ങളൊന്നും ചേർക്കാറില്ല കേട്ടോ. വെറും മണ്ണിൽ മാത്രം പാവിയാൽ മതി. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കത് മുളച്ച് കിട്ടും. അഡേനിയത്തിൻ്റെ വിത്തുകൾ കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ട് വെച്ചെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. കുറച്ച് പേർക്ക് തരാനേ ഉണ്ടാവുള്ളൂ, അതിനനുസരിച്ച് ഞാൻ തരുന്നുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.